CMA ഇന്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ് CMA ഫൈനൽ അഥവാ ഇതാണ് നമ്മളുടെ അവസാന കടമ്പ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CMA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് CMA ഫൈനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ CMA ഫൈനൽ കഴിഞ്ഞാലാണ് നിങ്ങളുടെ പേരിന് മുമ്പ് CMA എന്ന് പറയുന്ന ഈ 3 അക്ഷരം നിങ്ങൾക്ക് ചേർക്കാനുള്ള ആ ഒരു പവർ ലഭിക്കുക. CMA ഇന്റർമീഡിയറ്റിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലേ? അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാണ് നമ്മളുടെ ഫൈനലിൽ വരുന്നത്. നമുക്ക് ഫൈനലിലെ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫൈനലിലും CMA ഇന്റർമീഡിയറ്റിലെ പോലെ തന്നെ 2 ഗ്രൂപ്പുകളാണുള്ളത്. 2 ഗ്രൂപ്പിലും 4 പേപ്പർ വെച്ചാണുള്ളത്. ഓക്കെ, അപ്പോൾ തേർഡ് ഗ്രൂപ്പ് അഥവാ ഫൈനലിലെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഗ്രൂപ്പ് 3 ആണ്. ഇന്ററിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഫൈനലിൽ ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. അങ്ങനെ ഗ്രൂപ്പ് 3യിലെ ആദ്യത്തെ പേപ്പർ, അതിലെ പേപ്പർ 13 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോസ് ആണ്. നമ്മൾ ഇന്ററിൽ പഠിച്ചതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോസ് ആണ് നമ്മളിവിടെ ഫൈനലിലും പഠിക്കുന്നത്. ദെൻ പേപ്പർ 14 എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ഇന്ററിൽ പഠിച്ച FMൻ്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. ദെൻ കമ്മിങ് ടു പേപ്പർ 15, ഇറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ. നമ്മൾ CMA പാസ്സായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഒരു മേഖലയായിരിക്കും ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാക്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഫൈനലിലെ പേപ്പർ 15ലാണ് നമ്മൾ പഠിക്കുക. ദെൻ പേപ്പർ 16 എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ഇന്ററിലെ പേപ്പർ 12 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അഥവാ കോസ്റ്റിംഗ് എന്ന് പറയുന്ന പേപ്പേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? അതിൻ്റെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് പേപ്പർ 16 എന്ന് പറയുന്ന സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ്. എന്താണ് കോസ്റ്റ് മാനേജ്മെൻറ്റ്? എന്താ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ കോസ്റ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങളും കൂടെ പഠിച്ച് അതിനെ ഒരു ഡിസിഷൻ എടുത്ത് ടോപ്പ് മാനേജ്മെൻറ്റിലെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ടൂൾസൊക്കെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കോസ്റ്റിങ്ങിലെ എല്ലാ ടെക്നിക്സും ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക, എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ആ സബ്ജക്റ്റിലാണ് പഠിക്കുക. ദെൻ ഗ്രൂപ്പ് 4, അതായത് നമ്മൾ CMA ജേണിയിലെ തന്നെ അവസാന കടമ്പയാണ് നമ്മൾ ഗ്രൂപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ CMA കാരനായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിൽ അഥവാ നമ്മൾ ഗ്രൂപ്പ് 4ൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ആദ്യം വരുന്നത് പേപ്പർ 17 സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് മാനേജ്മെൻറ്റ്, അപ്പോൾ അവിടെ കുറച്ച് ഓഡിറ്റിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കും. ഓക്കെ, ദെൻ പേപ്പർ 18 വരുന്നത് CFR അഥവാ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതാണ്. കമ്പനി അക്കൗണ്ട്സ് ഒക്കെ തന്നെയാണ്. അക്കൗണ്ട്സിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളെ പേപ്പർ 18 വരുന്നത്. ദെൻ പേപ്പർ 19 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ലോസ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് ലോസ്. ഓക്കെ, അതായത് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് തന്നെ GST അതുപോലെ തന്നെ അതിൻ്റെ കസ്റ്റംസിൻ്റെയൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് നമ്മളെ ഫൈനലിലെ പേപ്പർ 19 അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് ലോസിൽ വരുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് പേപ്പർ 20 എന്ന് പറയുന്നത് ഒരു എലക്റ്റീവ് പേപ്പറാണ്. അതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1 സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് വാല്യുവേഷൻ, SPM ആൻഡ് BV എന്ന് പറയും. ഓക്കെ, ഇതും നമ്മൾ കുറേ ടൂൾസ് ടെക്നിക്സ് ഒക്കെ തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പോകുന്ന കുറേ ഫോർമുലാസ് ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ലാസ്റ്റ് പേപ്പറിലെ എലക്റ്റീവായിട്ട് SPM BV എന്ന് പറയുന്നത്. ഇതാണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു വരുന്ന എലക്റ്റീവ് പേപ്പർ, സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് വാല്യൂഷൻ. ഓപ്ഷൻ 2 റിസ്ക് മാനേജ്മെന്റ് ഇൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ആൻഡ് ഓപ്ഷൻ 3 എന്ന് പറയുന്നത് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഈ 3 ഓപ്ഷൻസും നിങ്ങൾക്ക് ഫൈനലിൽ അവൈലബിൾ ആണ്. SPM BV, റിസ്ക് മാനേജ്മെന്റ് ഇൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന എല്ലാ പേപ്പേഴ്സും നിങ്ങൾ അടിപൊളിയായിട്ട് പാസ്സാവുകയാണെങ്കിൽ യു ആർ എ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. CMA ഫൈനലിലും CMA ഇൻ്റർമീഡിയറ്റിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് 30 മാർക്ക് ഒബ്ജക്റ്റീവ്, 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ്, സെയിം പാറ്റേൺ. അതുപോലെ തന്നെ 4 പേപ്പറിൻ്റെ 2 ഗ്രൂപ്പുകളാണുള്ളത്. ഈ 2 ഗ്രൂപ്പും ഞാൻ പറഞ്ഞ അതേ ക്രൈറ്റീരിയ, അതായത് ഒരു ഗ്രൂപ്പ് പാസ്സാവണമെങ്കിൽ എല്ലാ പേപ്പറും പാസ്സാവണം, അഗ്രിഗേറ്റ് 50% ഉണ്ടാവണം. 2 ഗ്രൂപ്പും കൂടെ എഴുതുകയാണെങ്കിൽ അഗ്രിഗേറ്റ് 50% ഉണ്ടാവണം, എല്ലാ സബ്ജക്റ്റുകളും പാസ്സാവണം. ഓക്കെ,
അതായത് 800-ലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 400 മാർക്ക് വേണം, എല്ലാ സബ്ജക്റ്റിലും 40-ന് മുകളിൽ വേണം. 400-ലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 200 മാർക്ക് വേണം, എല്ലാ സബ്ജക്റ്റിലും 40-ന് മുകളിൽ മാർക്ക് ഉണ്ടാവണം. ദെൻ CMA ഫൈനൽ എക്സാമും വർഷത്തിൽ 2 തവണയാണ് ഉണ്ടാവുക, ജൂൺ അറ്റംപ്റ്റിലും ഡിസംബർ അറ്റംപ്റ്റിലും. ഓക്കെ അല്ലേ?